ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മൾ ഹോണ്ട എച്ച് സ്മാർട്ട് വണ്ടിയാണ്, B6 മോഡൽ. നമുക്ക് വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ നമുക്ക് മീറ്റർ റീഡിങ് അറിയാനായിട്ട് മാറുകയില്ല, കാരണം ഡിജിറ്റൽ മീറ്റർ കംപ്ലൈൻ്റ് ആണ് നമ്മുടെ കേട്ടോ. അപ്പോൾ വണ്ടി പറഞ്ഞിരിക്കുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ജനറലായിട്ട് സർവീസ് ചെയ്യണം. പിന്നെ ഹാൻഡിൽ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഹാൻഡിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒരുപാട് പിടുത്തമുള്ള പോലെ തോന്നുന്നുണ്ട്. പിന്നെ ബാക്കിലത്തെ ടൈലൈറ്റ് പൊട്ടിപ്പോയിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് നോക്കണം. വാട്ടർ സർവീസ് ചെയ്യണം, എൻജിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം. അത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്ന വർക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റി. അതിനകത്ത് മെയിനായിട്ട് നമുക്ക് ഹാൻഡിലുമേ ബലം അനുഭവപ്പെടുന്നതിൻ്റെ കാരണം മെയിനായിട്ട് ബാക്ക് ടയർ ഫുള്ള് തീർന്ന് നിൽക്കുകയാണ്. ഇവിടെ നോക്കുമ്പോൾ ഒട്ടും കട്ട് ചെയ്യാം. നമുക്ക് ഈ സൈഡിൽ ഗ്രിപ്പ് മാത്രമേ കാണാൻ പറ്റുള്ളൂ, സെൻറ്ററിൽ ഒട്ടും പിടുത്തില്ല. അപ്പോൾ ടയർ ഓൾറെഡി ടയറിൻ്റെയാണ് കംപ്ലൈൻറ്റ്. അപ്പോൾ ബാക്ക് ടയർ മാറ്റിയിടണം. അത് കൂടാതെ നമുക്ക് ഫ്രണ്ട് ടയറിലും എയറിൻ്റെ പ്രഷർ കുറവാണ്. അപ്പോൾ ഈ ഫ്രണ്ട് ടയർ എയർ കറക്റ്റ് ചെയ്തതിന് ശേഷം ബാക്ക് ടയർ മാറ്റി കഴിഞ്ഞാൽ ഓക്കെയാണ് കേട്ടോ. ബാക്ക് ടയർ തീരെ തീർന്നേക്കാണ്, അത് കൈയോടെ മാറ്റിക്കളയാം. പിന്നെ നമ്മൾ സർവീസിൻ്റെ വർക്കിന് വേണ്ടി കയറ്റി അതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്യാം, റീസെറ്റ് ആക്കാം. അതേപോലെ ബാക്ക് വീല് ഈ ഒരു ഷാഫ്റ്റുമേ പിടിപ്പിക്കണം. നമ്മളതിൻ്റെ ബെയറിങ്ങിൻ്റെ ഒക്കെ പ്ലേ ചെക്ക് ചെയ്തിരുന്നു. നിലവിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഗിയറിനകത്ത് തന്നെ ഓയിലും നോക്കി, നല്ല ഓയിലാണ്, ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എയർ ഫിൽറ്ററിൻ്റെ കണ്ടീഷൻ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ. കമ്പനി ഫിൽറ്ററാണ് കിടക്കണേ. ചെറുതായിട്ട് കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അപ്പം തുടച്ച് ക്ലീനാക്കി ഇടാം. മാറ്റേണ്ട ഒരു സ്റ്റേജൊന്നും ആയിട്ടില്ല. പിന്നെ നമ്മളതിൻ്റെ CVT ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അയച്ചിട്ടുണ്ട്. നമുക്ക് റൊട്ടീൻ ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് അയച്ചാനാണ്. കാരണം ക്ലച്ച് ഗ്രീസിങ് അതേപോലെ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അയച്ചാനാണ്. നിലവിൽ വേറെ ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ബെൽറ്റും ക്ലച്ച് ഷൂക്ക് വർക്ക് ചെയ്തിട്ടുള്ള പൊടി കാര്യങ്ങൾ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ് കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്തു. നിലവിൽ കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല. പിസെറ്റ് സ്ലൈഡൊക്കെ ഓക്കെ. ക്ലച്ച് യൂണിറ്റ് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ തുരുമ്പിൻ്റേതായിട്ടുള്ള പ്രസൻസ് തുടങ്ങിയിട്ടുണ്ട് ഈ സൈഡൊക്കെ ഉണ്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കാം. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റ് ഈ പറഞ്ഞ രീതിയുടെ സെൻറ്റർ ഭാഗമൊക്കെ പൊട്ടിയിരിക്കണം കേട്ടോ. അത് ഈ സൈഡൊക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കൈയോടെ മാറ്റി കളയണം നല്ലത്. കാരണം ഈ സൈഡൊക്കെ എല്ലാ ലെഗിൻ്റെ ഉള്ളിൽ കൂടെ പൊട്ടൽ വീണിരിക്കുന്നുണ്ട്. അത് കൈയോടെ മാറ്റിയിടാം, റിസ്ക് എടുക്കാതിരിക്കുക. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വല്ല നൈറ്റൊക്കെ ഓടണമെന്നുണ്ടെങ്കിൽ പൊട്ടി വഴി പെട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ജനറൽ സർവീസ് ചെയ്യണമെങ്കിലും കൂടുതൽ പൈസ ലേബർ ചാർജ് ഇനത്തിൽ തന്നെ കൊടുക്കേണ്ടതായിട്ട് വരും. ഇതിനകത്ത് നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ ഓൾറെഡി നമുക്ക് ആ ബെൽറ്റിൻ്റെ എമൗണ്ട് മാത്രമേ വന്നുള്ളൂ. കൈയോടെ അത് മാറ്റി കളയാനാണ് സേഫ്. പിന്നെ എൻജിൻ ഓയിൽ മാറുന്നുണ്ട്, ഓയിൽ ചേഞ്ച് കൂട്ടത്തിൽ കൂടെ നടത്തുന്നുണ്ട്. അതേപോലെ ബാറ്ററി നമ്മൾ നോക്കുമ്പോൾ 2025 ബാറ്ററിയാണ്, പുതിയ ബാറ്ററിയാണ്, അമറോണിൻ്റെ ബാറ്ററി ഇരിക്കണം കേട്ടോ. വോൾട്ടൊക്കെ നോക്കുമ്പോൾ 13 വോൾട്ട് വരെ കിട്ടുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോഴായാലും 8.87 വരെ. അപ്പോൾ നിലവിൽ കംപ്ലൈൻറ്റ് ഒന്നും പറയാനൊന്നുമില്ല. ഓൾറെഡി ലോഡ് എടുക്കുമ്പോൾ തന്നെ നോർമൽ ആ ഒരു ഇതിനകത്തേക്ക് തന്നെ വന്നിട്ടുള്ളൂ. ബാറ്ററി വാറണ്ടിയിലുള്ള ബാറ്ററിയാണ്, നോ പ്രോബ്ലം. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഫ്രണ്ട് ടയർ പ്രഷർ ചെക്ക് ചെയ്യണം. നമ്മളിപ്പോൾ ടയറിൻ്റെ പ്രഷർ ഇടയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്യണം കേട്ടോ. മാസത്തിലൊരിക്കൽ നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യണം. കാരണം അതല്ലെങ്കിൽ മൈലേജ് ഷൂട്ട് അടക്കം ടയർ വെട്ടി പോകണത്, തേഞ്ഞ് പോകണ കംപ്ലൈൻറ്റ്, അങ്ങനെ പല പ്രോബ്ലംസും അതുമായി ബന്ധപ്പെട്ട് വരും. അതൊന്ന് ശ്രദ്ധിച്ചേക്കാം. ഇപ്പോൾ നമ്മളത് ക്ലിയർ ചെയ്തിട്ടേക്കാം. പിന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ കേബിളുകളൊക്കെ ചെക്ക് ചെയ്തു, വേറെ കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ട് വീൽ ബെയറിങ്ങിൻ്റെ ഭാഗം ചെക്ക് ചെയ്തു, വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. അതേപോലെ തന്നെ ഫ്രണ്ട് ഷോക്ക് അതിൻ്റെ ആക്ഷൻ നോക്കി, ഓയിൽ ലീക്കേജ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തു. നിലവിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല കേട്ടോ. കോൺസെപ്റ്റിൻ്റെ ഭാഗത്ത് വേറെ പ്രോബ്ലം ഇല്ല. ഹാൻഡിൽ ബെയറിങ്ങിൻ്റെ ചെക്ക് ചെയ്തായിരുന്നു, നിലവിൽ വേറെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല. പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. പ്ലഗൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിടക്കണേ. എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ കൂട്ടത്തിൽ നമുക്ക് പ്ലഗ് മാറ്റണം കേട്ടോ. അപ്പോൾ എയർ ഫിൽറ്റർ നെക്സ്റ്റ് അടുത്ത സർവീസിന് മിക്കവാറും മാറ്റേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ആ കൂട്ടത്തിൽ നമുക്ക് പ്ലഗും കൂടി മാറ്റിയിടാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഷെയർ ചെയ്യാം കേട്ടോ. ടയറും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളത്, ടയർ, എൻജിൻ ഓയിൽ, അതേപോലെ തന്നെ ബെൽറ്റ് അടക്കം ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റ് ഞാൻ വാട്സപ്പിലേക്ക് ഇടാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. ഈ ടൈലൈറ്റ് അസംബ്ലിയുടെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവില്ല. നമ്മളത് ഓർഡർ കൊടുത്ത് എടുക്കേണ്ടി വരും. ഇതിൻ്റെ പാർട്സുകളൊക്കെ കിട്ടാനായിട്ട് ഇച്ചിരി ഡിലേ ഉണ്ട്. അപ്പോൾ ഞാനതൊന്ന് അന്വേഷിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ടൈലൈറ്റിൻ്റെ കേസ് കേട്ടോ, അതിപ്പോൾ എസ്റ്റിമേറ്റിൽ ഇടുന്നില്ല. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അപ്ഡേറ്റ് ചെയ്തേക്കാം. ഓക്കെ.